ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയുടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ സച്ചി വന്ന് രേവതിയുടെ കണ്ണ് കുത്തിപ്പിടിക്കും. വീട് സച്ചിയേട്ടാ എന്നങ്ങ് പറഞ്ഞതും, നിനക്കെങ്ങനെ മനസ്സിലായി ഇത് ഞാനാണെന്ന്? അത് ഈ കൈ തൊട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവിടെ ആരാ ഇപ്പോൾ ഉള്ളത്? അത് ശരിയാ. നിനക്കിന്ന് പൂ വിൽക്കാൻ പോണ്ടേ? അതോ അമ്മയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനം പ്രമാണിച്ച് നീ ഇന്ന് ലീവാണോ എന്ന് ചോദിക്കാട്ടോ. പോണം സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ഇന്ന് കാർ എടുക്കുന്നില്ലേ? പിന്നെ എടുക്കാതെ വീട്ടിലിരുന്ന വായിലേക്ക് വല്ലതും പോവോ? എന്നിട്ട് നമ്മുടെ രേവതിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഇങ്ങോട്ട് വാ. നിനക്കിന്ന് വിഷമമായോ രേവതി? എന്തിന്? ഇങ്ങനെ ചേർത്ത് പിടിച്ചതുണ്ടോ? അതെല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതല്ലേ സച്ചിയേട്ടാ? അതല്ല രേവതി, നിന്നെ അമ്മ അങ്ങനെയൊക്കെ അപമാനിച്ചത് നിനക്ക് വിഷമായോ? പാർലറെടുത്തിയും വർഷയും കൊണ്ട് അമ്മ വിളക്ക് എത്തിച്ചു. നിന്നെ വിളിച്ചതുമില്ല. എനിക്കത് നല്ല വിഷമായി എന്ന് സച്ചി പറയുമ്പോൾ ചിരിച്ചോണ്ടാണ് കേട്ടോ നമ്മുടെ രേവതി പറയണത്. എനിക്കൊരു വിഷമവും സച്ചിയേട്ടാ. അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആദ്യമായിട്ടാണോ? നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ അത് കിട്ടാതിരുന്നല്ല വിഷമം ഉണ്ടാവുക. അമ്മയിൽ നിന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. നീ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തവളാന്ന് എനിക്കറിയാന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന ആളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് എന്ന് ചോദിക്കാട്ടോ സച്ചി. ഒരു ഇച്ചിരി സ്നേഹം. അപ്പം നമ്മുടെ സച്ചി ഒരു ചിരി ഇരിച്ചിട്ട് പറയും, അത് ഇത്തിരിയല്ലല്ലോ, അളവിൽ കൂടുതൽ സ്നേഹം ഞാൻ വാരിക്കോരി തരുന്നില്ലേ? ഞാനേ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ ഈ രേവതിക്ക് ഇത്തിരി വിഷമാവും. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. അത് നിനക്ക് ഒരിക്കലും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പോണില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് വീണ്ടും രേവതിയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാനേ എന്തിനാ ജീവിക്കുന്നതെന്ന് നിനക്കറിയോ? അപ്പൊ രേവതി പറയുന്നുണ്ട്, കാർ ഓടിക്കാനും ഫുഡ് തിന്നാനും എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി വേണ്ട നിനക്കെന്ന് പറഞ്ഞിട്ട് അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രാന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് സങ്കടാവാണേ. സച്ചേട്ടൻ പോയേ, ഞാൻ ഈ കാറൊന്ന് കഴുകട്ടെ എന്നും പറഞ്ഞ് രേവതി കാറ് കഴുകാണ്. സച്ചി അപ്പം തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണൊക്കെ തുടയ്ക്കാണ് കേട്ടോ.